ഹായ് വെൽക്കം എവറി വൺ. വൈറ്റ് ബോക്സിന്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വിഷയം പുതിയ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എസ്പെഷ്യലി GST ബന്ധപ്പെട്ടാണ്. പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ, പുതിയ ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനൊരു സീരീസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു നമ്പർ ഒരു നിലക്കും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സാധാരണ രീതിയിൽ റിപ്പീറ്റേഷൻ വരില്ല, പക്ഷേ ചില ആളുകളുണ്ട് B2Bക്ക് ഒരു ഇൻവോയ്സ് സീരീസ് 1 2 3 4 കൊണ്ടുപോകുമ്പോൾ, അതേസമയം B2Cക്ക് വേറൊരു 1 2 3 4, അതേസമയം സ്റ്റേറ്റിന് പുറത്തേക്ക് പോകുന്നതിന് വേറൊരു 1 2 3 4 സീരീസ് പോകും. അതുപോലെ തന്നെ വേറൊരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിനൊരു 1 2 3 4 എന്ന് പറഞ്ഞ അതേ സീരീസ് പോകും. അപ്പൊ ഇതൊക്കെ ഒന്നാമത്തെ നമ്പർ നിങ്ങൾ ആർക്കാണ് ഇഷ്യൂ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു 4 ഒന്നാം നമ്പർ ഉണ്ടാവും. അത് പാടില്ല, ഒരു നിലക്കും നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ പാടില്ല. പകരം എന്ത് ചെയ്യാം, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സീരീസ് നമുക്ക് വേണമെങ്കിൽ വെക്കാം. എങ്ങനെ? B2Bക്ക് നിങ്ങൾക്ക് B1 B2 B3 B4 എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുമ്പോൾ, അടുത്തത് B2C ആണെങ്കിൽ അതിന് C1 C2 C3, അതുപോലെ തന്നെ മറ്റൊരു ബ്രാഞ്ചിന് വേറെ ഏതെങ്കിലും, എറണാകുളത്തെ ഒരു ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ E1 E2 E3, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൂടി ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു യുനിക്നെസ് കൊണ്ടുവരണം. അതൊരു സീരീസ് ആയിരിക്കണം, വ്യത്യസ്തമായിരിക്കണം. ഒരേ നമ്പർ ഒരു രീതിയിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് എല്ലാവരും ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് അത് ഒന്നാമത് പറഞ്ഞത്. യുനിക് ആയിട്ടുള്ള ഇൻവോയ്സ് നമ്പർ സീരീസ്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് 5 കോടി ടേൺ ഓവർ കടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ മാർച്ച് അവസാനിക്കുമ്പോൾ 5 കോടി ടേൺ ഓവർ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏപ്രിൽ 1 മുതൽ നിങ്ങൾ ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. B2B ട്രാൻസാക്ഷനിൽ ഏതൊക്കെയാണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് 5 കോടി നിങ്ങൾക്ക് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏപ്രിൽ 1 മുതൽ ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? അതിനു മുമ്പേ അതിനനുസരിച്ചുള്ള സിസ്റ്റം റിക്വയർമെന്റുകൾ, സോഫ്റ്റ്വെയറുകൾ, അതിൽ വേണ്ട അപ്ഡേഷൻസ്, മറ്റു കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഏപ്രിൽ 1 തന്നെ 1 മുതൽ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യണം. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ 5 കോടിന് മുകളിൽ വരുന്നവർക്ക് തന്നെയാണ് അടുത്തൊരു കാര്യം വരുന്നത്. നമ്മുടെ 6 ഡിജിറ്റ് HSN കാണിക്കണം. നമ്മുടെ ഇൻവോയ്സുകളിലെ കാര്യങ്ങളിലെല്ലാം 6 ഡിജിറ്റ് HSN നമ്മൾ കാണിച്ചിരിക്കണം എല്ലാ ഇൻവോയ്സുകളിലും. അതുപോലെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇനി 10 കോടി ടേൺ ഓവറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം TDS TCS വരുന്ന കേസുകൾ ഉണ്ടാവും. 50 ലക്ഷത്തിലധികം ഒരാളുടെ അടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ 50 ലക്ഷത്തിലധികം ഒരു ഫിനാൻഷ്യൽ ഒരേ സെയിം ആളുകൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിലൊക്കെ 0.1% TDS TCS കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യുന്ന കേസുകൾ വരുന്നുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കി 10 കോടിയുടെ മുകളിലാണ് നിങ്ങൾ ടേൺ ഓവർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ മാർച്ച് 31 ആകുമ്പോഴാണ് കഴിഞ്ഞ വർഷങ്ങളിലോ അതിനു മുമ്പത്തെ വർഷങ്ങളിലോ ഒക്കെ ടേൺ ഓവർ കുറവായിട്ടുണ്ടെങ്കിൽ ഈ വർഷം നോക്കുമ്പോൾ ടേൺ ഓവർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വർഷം കഴിഞ്ഞ് പിന്നെ ഓഡിറ്റ് ചെയ്ത് ഇത്രയാണ് ടേൺ ഓവർ എന്ന് പറയുമ്പോഴല്ല, ഇപ്പൊ തന്നെ നമ്മൾ ടേൺ ഓവർ നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കോമ്പോസിഷൻ സ്കീമിലേക്ക് നിങ്ങൾക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യണം. ഇന്ന് മീൻസ് മാർച്ച് 31 മുമ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം ഓൺലൈനായിട്ട്. എന്നാലാണ് നമുക്ക് അടുത്ത വർഷത്തിൽ കോമ്പോസിഷൻ സ്കീമിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം, ഒരു വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാൻ പറ്റുള്ളൂ. അങ്ങനെ മാറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്നുള്ള രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലേക്ക് നിങ്ങൾ സെയിൽ ചെയ്യുന്നു, ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് LUT ആവശ്യമായിട്ട് വരും. LUT എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. ഓൺലൈനായിട്ട് GSTയുടെ പോർട്ടലിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ മാർച്ച് 31 മുമ്പായിട്ട് നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കണം. അടുത്ത മറ്റൊരു കാര്യം GSTയുമായി ബന്ധപ്പെട്ടല്ല, എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഓരോ വർഷവും നമ്മൾ റിന്യൂ ചെയ്യണം, അതല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. അത് ചെയ്യേണ്ട സമയം കൂടിയാണ്. അപ്പൊ അതും നമ്മൾ ഈ സമയത്ത് തന്നെ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിന് സ്പെഷ്യൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൺസൾട്ടൻസുമായിട്ട് സംസാരിച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ എല്ലാ രീതിയിലുള്ള സാമ്പത്തികമായ ഉന്നതിയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.